വെൽക്കം യു ഓൾ ടു ദിസ് കൊമേഴ്സ് ഈസി ലേണിംഗ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലുള്ള BCom BBA ഫസ്റ്റ് സെമസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോസാണിത്. സബ്ജക്റ്റ് മാനേജീരിയൽ എക്കണോമിക്സ്. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് യൂണിവേഴ്സിറ്റി മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൽ 20 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കിക്കൊണ്ടിരുന്നുണ്ടായിരുന്നത്. അതിൽ ഫസ്റ്റത്തെ വീഡിയോസിൽ 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ട് 1 പാർട്ട് 2 എന്ന് പറയുന്ന 20 ഇയേഴ്സിന് 2 വീഡിയോസായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ സെൻഡ് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ 5 മാർക്സും അതേപോലെ essay ആയിട്ട് കുറച്ച് വീഡിയോസും എനിക്ക് തോന്നുന്നു 7 അല്ലെങ്കിൽ 8 ഇയേഴ്സിലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പാർട്ട് 3യിൽ. ഇനി ഇത് പാർട്ട് 4 ആണ്. ഈ വീഡിയോയിൽ 2009 മുതൽ 2019 വരെയുള്ള വീഡിയോസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അതിൽ 2011 ഇല്ല, അതേപോലെ 2017 ഇല്ല. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് ഞാനത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൽ ഇനി 2011 2017 നിങ്ങൾക്ക് ആരെങ്കിലും എന്താ പറയുക സംഘടിപ്പിച്ചിട്ട് കിട്ടുവാണെങ്കിൽ അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, റെഫറൻസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലേക്ക് പോവാം. 2009 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് വൺ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഇൻകം ഇലാസ്റ്റിസിറ്റി ആൻഡ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആട്ടോ, ഇതൊക്കെ നന്നായിട്ട് പഠിക്കുക. അതേപോലെ തന്നെ സെക്കൻഡ് പറയുന്ന ഡിസ്ക്രൈബ് എനി വൺ മെത്തേഡ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നതിൻ്റെ ഏതെങ്കിലും ഒരു മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫുൾ കോസ്റ്റ് പ്രൈസിംഗ് ആൻഡ് മാർജിനൽ കോസ്റ്റ് പ്രൈസിംഗ്. ഫുൾ കോസ്റ്റ് പ്രൈസിങ്ങും മാർജിനൽ കോസ്റ്റ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ ഡിസ്കസ് ദ ഇന്നോവേഷൻ തിയറി ഓഫ് പ്രോഫിറ്റ്. നമ്മൾ പറഞ്ഞില്ലേ, പ്രോഫിറ്റ് എന്ന് പറയുന്നൊരു ടോപ്പിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആട്ടോ. അതിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് കോസ്റ്റ് വായിക്കുമ്പോൾ തോന്നും ഇത് അത്ര ലെസ് ഇമ്പോർട്ടൻറ്റ് പോലെ, ഇതൊക്കെ എന്ത് ചോദിക്കുന്നു എന്നൊരു തോന്നലുണ്ടാവാം. പക്ഷെ അതെന്താ, യൂണിവേഴ്സിറ്റി ചോദിക്കുന്നുണ്ട്, സോ നമ്മൾ പഠിക്കണം. ഇനി ഇതിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പേ ബാക്ക് മെത്തേഡ് ആൻഡ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്. ഓക്കെ, അത് പേ ബാക്ക് മെത്തേഡും ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചിട്ടുണ്ട്, അത് പഠിക്കുക. പിന്നെയോ എക്സ്പ്ലെയിൻ ഐസോക്യൻ കേർവ്സ്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്സ് മുതൽ 5 മാർക്സ് അതേപോലെ essay ടൈപ്പ് വരെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ്, വാട്ട് ആർ ദ എക്സംഷൻസ് ടു ദ ലോ ഓഫ് ഡിമാൻഡ്. ഓക്കെ, ലോ ഓഫ് ഡിമാൻഡ് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ദെൻ എക്സ്പ്ലെയിൻ ദ യൂസസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇൻ ബിസിനസ് ഡിസിഷൻ. ഒരു ബിസിനസ് ഡിസിഷൻ തീരുമാനം എടുക്കണമെങ്കിൽ എന്താണ് ഈ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ കൊണ്ടുള്ള യൂസസ് എന്തൊക്കെയാണ് എന്നാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് നോക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 5 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ. മുമ്പ് ഈ ഒരു പറഞ്ഞ ടൈപ്പ് ക്വസ്റ്റ്യൻസിനൊക്കെ പണ്ട് ഇതിപ്പോൾ 2009 2009 മാർക്സ് ബേസിൽ തന്നെ ആയിരുന്നു. പക്ഷെ അതെന്താ 4 മാർക്സിനായിരുന്നു. പക്ഷെ നമുക്കിപ്പോൾ ഏതാണ് വരുന്നത്, 5 മാർക്സ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം. ഈ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ്. 2 മാർക്സിന് എങ്ങനെയാണ് എന്താ നാഷണൽ ഇൻകം എന്നും അതിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നും എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 5 മാർക്സിന് എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് പറഞ്ഞാൽ നാഷണൽ ഇൻകം മെഷർ ചെയ്യാനുള്ള മെത്തേഡ്സ് എങ്ങനെയൊക്കെ. എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഓഫ് ഡയറക്റ്റ് പറയുന്നുണ്ട് ഏത് മെത്തേഡാണെന്ന്. ഏതാ, എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം ഏത് മെത്തേഡ് വഴി വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യാനോ ഇല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞുതരാൻ പറഞ്ഞിരിക്കുന്ന എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഓക്കെ, അപ്പോൾ അതും കൂടി നോക്കുക. ദെൻ വാട്ട് ഈസ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ? ഈസ് ഇറ്റ് പോസിബിൾ ടു ഇൻ എ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. അതായത് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്താണ് എന്നും അതേപോലെ തന്നെ ചോദിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ, ഈസ് ഇറ്റ് പോസിബിൾ ടു ഇൻ എ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. ഇത് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ നമ്മൾ ഈ പറഞ്ഞ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പോസിബിൾ ആണോ, ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ട്, ഇനി ഇല്ല എന്ന് പറയുവാണെങ്കിൽ അതിൻ്റെ റീസൺ എഴുതണം. ഓക്കെ, ദ നെക്സ്റ്റ്, വാട്ട് ആർ ദ ഇന്റേണൽ എക്കണോമൈസ് ടു സ്കെയിൽ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അത്. ദെൻ എക്സ്പ്ലെയിൻ ദ മാനേജറിയൽ യൂസ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. പ്രൊഡക്ഷൻ ഫംഗ്ഷനും റിപ്പീറ്റഡ് ആണ്. ഇതൊക്കെ നമുക്ക് ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ ടെക്സ്റ്റ് ബുക്ക് നമ്മളത് റെഫറൻസ് ഇങ്ങനെ ചെയ്ത് വായിച്ച് പോകുമ്പോൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കിത് മനസ്സിൽ വരണം, ഇത് ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണല്ലോ എന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഈ വീഡിയോസ് കാണുക. അപ്പോൾ അവർ ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കുക. അപ്പോൾ നമുക്കറിയാം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് റിപ്പീറ്റഡ് വന്നത്. അപ്പോൾ അതൊക്കെ ടിക്ക് മാർക്ക് ചെയ്തിട്ട് പഠിക്കുക. ദെൻ ഇതിൽ 2009 essay ടൈപ്പ് ചോദിച്ചിരിക്കുന്നത്, സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. എക്സ്പ്ലെയിൻ ഇറ്റ്സ് പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അത് നമുക്ക് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഒക്കെ നന്നായി നോക്കുക. അതൊക്കെ അതിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്, അത് എക്സ്പ്ലെയിൻ ചെയ്യുക. ദ നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് റിട്ടേൺ ടു സ്കെയിൽ. വാട്ട് ആർ ദ എക്സ്റ്റേണൽ എക്കണോമീസ് ഓഫ് എ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ.
ഓക്കെ, അത് നന്നായിട്ട് നോക്കുക ആ ഒരു ഏരിയ. പിന്നെ ചോദിച്ചിരിക്കുന്ന എക്സ്പ്ലെയിൻ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ കേസിൽ പ്രൈസ് എത്രത്തോളം എങ്ങനെയാണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക. അതേപോലെ തന്നെ സ്റ്റേറ്റ് ദ കണ്ടീഷൻസ് ഫോർ എ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അതിൻ്റെ റീസണും എഴുതി വയ്ക്കുക, അതിൻ്റെ സ്റ്റേറ്റ് എങ്ങനെയാണ് എന്നുള്ളതും കൂടി എഴുതി വയ്ക്കുക. ഓക്കെ, ദെൻ 2009 ക്വസ്റ്റ്യൻ പേപ്പർ 5 മാർക്സ് ആൻഡ് essay type. Okay, then we move to the 2010 question paper. Okay, 2010 യൂണിവേഴ്സിറ്റിയുടെ പാറ്റേൺ രീതി പറഞ്ഞാൽ വെയിറ്റേജിൻ്റെ ബേസിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതിലത്തെ വെയിറ്റേജ് 2 വെയിറ്റേജ് എന്നൊക്കെ പറയും. പക്ഷേ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കേസുകളിൽ എങ്ങനെയാണ് 5 മാർക്സിൻ്റെ ബേസിൽ ആൻസർ എഴുതണം എന്നാണ് കേട്ടോ. ഇനി ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് മാർജിനൽ എക്കണോമിക്സ് ഡിഫർ ഫ്രം ജനറൽ എക്കണോമിക്സ്? ഓക്കെ, മാർജിനൽ എക്കണോമിക്സും ജനറൽ എക്കണോമിക്സ് തമ്മിൽ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ്, വാട്ട് ആർ ഇറ്റ്സ് അസംഷൻസ്? എന്താണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് എന്ന് പറയുന്നത്, അതിൻ്റെ അസംഷൻസ് എങ്ങനെയാണ് ചോദിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഇന്റേണൽ എക്കണോമൈസ് ഓഫ് എ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ, എക്കണോമൈസ് ഓഫ് എ സ്കെയിൽ പ്രൊഡക്ഷൻ നോക്കിയതാണ്. ആ പോർഷനിൽ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എക്കണോമിക് ആൻഡ് അക്കൗണ്ടിങ് കോസ്റ്റ്. ഓക്കെ, ദെൻ എന്തായാലും ഈ എക്കണോമിക്സ് ആയാലും ബിസിനസ് മാനേജ്മെൻറ്റ് ആയാലും നമ്മുടെ കൊമേഴ്സ് സബ്ജക്റ്റിൽ തിയറി ബേസ്ഡായിട്ട് പഠിക്കുന്ന സമയത്ത് എന്തായാലും ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് പറയുന്നത് ഏതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടോ അതെല്ലാം നോക്കിയിരിക്കണം. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം ഏതാ ചോദിക്കുക പറയാൻ പറ്റും, അത്രത്തോളം ഇമ്പോർട്ടൻ്റ്, നമ്മളെല്ലാം പഠിച്ചു വയ്ക്കുക. പിന്നെയുള്ളത് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എക്കണോമിക് ആൻഡ് അക്കൗണ്ടിങ് കോസ്റ്റ് പറഞ്ഞു. ദെൻ അടുത്തത്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ? മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻസിൻ്റെ ഫീച്ചേഴ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് മാർജിനൽ കോസ്റ്റ് പ്രൈസിങ്, വാട്ട് ആർ ഇറ്റ്സ് അഡ്വാൻറ്റേജസ്? ദെൻ നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ഹൗ ഈസ് എ ബിസിനസ് യൂണിറ്റ് അഫക്റ്റഡ് ബൈ ദ ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് എ ബിസിനസ് സൈക്കിൾ? എങ്ങനെയാണ് ബിസിനസ് യൂണിറ്റ് ഏതിന് ബിസിനസ് സൈക്കിളിൻ്റെ കാര്യങ്ങളിലെ ബിസിനസ് സൈക്കിൾ നമുക്കറിയാം ഏതൊക്കെ സ്റ്റേജസിലൂടെയാണ് പോകുന്നതെന്ന്. അത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ എങ്ങനെയാണ് നമ്മളൊരു ബിസിനസ് യൂണിറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ഇത്രയുമാണ് 5 മാർക്സ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, essay ടൈപ്പ് നോക്കാം. ഫസ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ്. അതായത് മീനിങ്ങും അതേപോലെ തന്നെ സ്കോപ്പ് ഏതിൻ്റെ മാനേജറിയൽ എക്കണോമിക്സ്. മാനേജറിയൽ എക്കണോമിക്സ് എന്താണെന്ന് എഴുതുക, അതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സ്കോപ്പ് എഴുതുക. ഓക്കെ, ദ നെക്സ്റ്റ്, ഡിഫൈൻ ലോ ഓഫ് ഡിമാൻഡ്, അതായത് ലോ ഓഫ് ഡിമാൻഡ് എന്താണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യാം. ദെൻ വാട്ട് ആർ ഇറ്റ്സ് അസംഷൻസ്? പിന്നെയോ എഴുതേണ്ടത് ഇല്ലുസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾ. നമ്മളത് എഴുതുന്ന സമയത്ത് വിത്ത് എക്സാമ്പിളോടെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ലോ ഓഫ് ഡിമാൻഡ് എന്താണ് എന്നുള്ളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ദ ഓപ്പറേഷൻ ഓഫ് ദ ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിത്ത് എക്സാമ്പിളാണ് നമ്മൾ നെറേറ്റ് ചെയ്യേണ്ടത്. The next, what are the conditions of perfect competitions? Perfect competitions in the conditions എന്താ, അതൊക്കെ ഡയഗ്രാം വെച്ച് എക്സാംസ് ചെയ്ത് എഴുതണേ. Then illustrate how is price determined under the perfect competition. ഇത് നമ്മൾ എക്സാമ്പിൾ സഹിതം എഴുതി ഡയഗ്രാം വരച്ച് റെഡിയാക്കി കൊടുക്കണം. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എങ്ങനെയാണ് ഈ പറഞ്ഞ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ രീതിയിൽ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ ആകുമ്പോൾ ഉള്ളതിന് പെർഫെക്റ്റ് കോമ്പറ്റീഷൻസ് പറയും. നമുക്ക് ആ സമയത്ത് അതിൻ്റെ പ്രോഫിറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് ഡിമാൻഡ് എങ്ങനെയാണെന്നൊക്കെ അത് പറഞ്ഞ ഡയഗ്രാം വിത്ത് എക്സാമ്പിൾ സഹിതം എക്സ്പ്ലെയിൻ ചെയ്യാം. റൈറ്റ്. ദെൻ 2011 ഇല്ല, ഇത് 2012 കേട്ടോ. എനിക്ക് 2018 ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അതൊന്ന് റെഫറൻസ് ചെയ്യാം. 2012 5 മാർക്സ്, എക്സ്പ്ലെയിൻ സ്കിമ്മിങ് പ്രൈസ്, അതായത് പ്രൈസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിൽ അതൊക്കെ നോക്കണേ. സ്കിമ്മിങ്ങും പെൻട്രേറ്റിംഗ് ഒക്കെ ഇല്ല, അതൊക്കെ രണ്ട് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ ചോദിച്ചിരിക്കുന്നത് സ്കിമ്മിങ് പ്രൈസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ കോപ്പ് ഡോഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. Then next, what are the reason for the operations of the law of diminishing return? Then what are the external factors affecting pricing policy? Then why does the demand curve slope downward from left to right? Repeated question, very important. Then state the law of constants return to scale. Then state the different types of price leadership. Okay, ഇതൊക്കെ നന്നായിട്ട് നോക്കുക ഓരോ ടോപ്പിക്കും. Then essay type ചോദിച്ചിരിക്കുന്നത് explain briefly the various method of forecasting demand. Then next question, explain price determination under price discrimination. Then what are the evils of monopoly? ഓക്കെ, അതായത് എന്തൊക്കെയാണ് അതായത് ഡീമെറിറ്റ്സ് ഓഫ് മോണോപോളി ആൻസർ ചെയ്ത് വെച്ചാൽ മതി ഇതിൻ്റെ. ഓക്കെ, ഇത്രയുമാണ് 2012 ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, ഇതിന് പിന്നെ വേറെ എക്സ്പ്ലനേഷൻ എനിക്ക് പറയേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. കാരണം അതെല്ലാം പറഞ്ഞ കാര്യങ്ങൾ ഇതിൻ്റെ മാറ്റേഴ്സ്, ഇതിൽ വേറെ ഇൻഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഏതും വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം വായിച്ചു പോയി കേട്ടോ. നെക്സ്റ്റ് ഇയറിലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് 2013 5 മാർക്സ് ക്വസ്റ്റ്യൻ. അന്ന് ആ സമയത്ത് വെയിറ്റേജ് ആയിരുന്നു, അത് പറഞ്ഞല്ലോ. ഓക്കെ, ഫസ്റ്റ് വൺ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ മാർജിനൽ കോസ്റ്റ് പ്രൈസിങ് ആൻഡ് കോസ്റ്റ് പ്ലസ് പ്രൈസിങ്. അതായത് മാർജിനൽ കോസ്റ്റ് പ്രൈസിങ്ങും കോസ്റ്റ് പ്ലസ് പ്രൈസിങ്ങും എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഡിഫറൻസ് ബിറ്റ്വീൻ എന്ത് കണ്ടാലും അതൊക്കെ ചോദിക്കാറുണ്ട് എന്ന് പറഞ്ഞില്ലേ.
പിന്നെ അതേപോലെ തന്നെ സ്റ്റേറ്റ് എനി ടു അഡ്വാൻറ്റേജസ് ഓഫ് ഈച്ച്, രണ്ടിൻ്റെയും അതായത് മാർജിനൽ കോസ്റ്റ് പ്രൈസിങ്ങിൻ്റെയും കോസ്റ്റ് പ്ലസ് പ്രൈസിങ്ങിൻ്റെയും അഡ്വാൻറ്റേജസ് അറ്റ്ലീസ്റ്റ് രണ്ടെണ്ണമെങ്കിലും എഴുതുക. രണ്ടിൻ്റെയും ഒരു 2 അഡ്വാൻറ്റേജസ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് 2 എണ്ണം എടുത്ത് എഴുതുക. ദെൻ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് ബിസിനസ് സൈക്കിൾ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ബിസിനസ് സൈക്കിളുടെ അത് എന്തൊക്കെയാണ് സ്റ്റേജസ് എന്നുള്ളത് നോക്കുക. അതിന് വിത്ത് എന്താ പറയുക എക്സ്പ്ലനേഷൻ ചെയ്യുകയും വേണം. അതിന് ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും, അതായത് ഒരു 5 മാർക്സ് കിട്ടിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 4 മാർക്ക് അല്ലെങ്കിൽ 4.5 മാർക്കെങ്കിലും കിട്ടും. നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാ കറക്റ്റ് കണ്ടന്റ് ആണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 5 മാർക്സ് തന്നെ കിട്ടും. അപ്പോൾ അത്രയും വ്യക്തമായി നന്നായി പഠിച്ച് ഡയഗ്രാമൊക്കെ വരച്ച് പെർഫെക്റ്റ് ആക്കുക. അപ്പോൾ മാർക്ക് എവിടെയും പോകത്തില്ല. The next question, state and explain the law of demand with the help of a demand schedule and a demand curve. ഓക്കെ, അതായത് ലോ ഓഫ് ഡിമാൻഡ് വിത്ത് നമ്മൾ എന്ത് നോക്കിയിട്ട് ഡിമാൻഡ് ഷെഡ്യൂളും ഡിമാൻഡ് കർവും ഓക്കെ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇൻ പ്രൈസിംഗ് ഡിസിഷൻ. ദെൻ എക്സ്പ്ലെയിൻ ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ഇത് രണ്ടും റിപ്പീറ്റ് അല്ല. ഇമ്പോർട്ടൻസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പ്രൈസിംഗ് ഡിസിഷനിലുള്ള തീരുമാനം എടുക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ നോക്കി. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞു ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. പിന്നെ പറഞ്ഞിരിക്കുന്നത് നോക്കും മൊണോപ്പൊളി, നമ്മൾ ലാസ്റ്റ് ഇയറിൽ കേട്ടതായിരുന്നു അല്ലേ ഇത്. വാട്ട് ഈസ് മൊണോപ്പൊളി മാർക്കറ്റ്. ദെൻ എക്സ്പ്ലെയിൻ ദി ഇക്വിലിബ്രിയം ഓഫ് എ ഫേം അണ്ടർ മൊണോപ്പൊളി. അതായത് നമുക്ക് മൊണോപ്പൊളി അപ്പോൾ ആ ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ്, അത് എങ്ങനെ വേണമെങ്കിലും ചോദിച്ചേക്കാം. നമ്മൾ അതിന് വേണ്ടി വെൽ പ്രിപ്പയർ ചെയ്തിട്ട് ഇരിക്കാം. ദെൻ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ വേരിയസ് അഡ്വാൻറ്റേജസ് ഓഫ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. അതായത് നമുക്കറിയാം പ്രൊഡക്ഷൻ മേഖല നമ്മളത് കറക്റ്റായിട്ട് ഇരുന്ന് പഠിക്കണം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, എസ് എ ടൈപ്പ് നോക്കാം. ഫസ്റ്റ് വൺ എസ് എ ടൈപ്പാണ്. ഡിഫൈൻ മാനേജറിയൽ എക്കണോമിക്സ് ആൻഡ് ആൾസോ എക്സ്പ്ലെയിൻ ദ സ്കോപ്പ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ തന്നെ കണ്ടത്, അതായത് മാനേജറിയൽ എക്കണോമിക്സ് എന്താണ്, അതിൻ്റെ സ്കോപ്പ്. ഓക്കെ, പിന്നെ ഏതാ ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ വേരിയസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൈസിംഗ് പോളിസി. അതായത് പ്രൈസിംഗ് പോളിസീസിൻ്റെ ഡിഫറെൻറ്റ് കുറേ ഒബ്ജക്റ്റീവ്സിൻ്റെ അത് എന്തൊക്കെയാണെന്ന് എഴുതുക. അതേപോലെ തന്നെ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കണ്ടക്റ്റഡ് വൈൽ ഡിസൈനിങ് പ്രൈസിംഗ് പോളിസി ബൈ ഫേം. അതായത് ഏതൊക്കെ ഫാക്ടേഴ്സാണ് എഫക്റ്റ് ചെയ്യുന്നത് നമ്മളത് പ്രൈസിംഗ് പോളിസീസ്, ഒരു ഫേമിൽ പ്രൈസിംഗ് പോളിസീസ് നമ്മൾ ആ പറയുന്ന മെത്തേഡ് നമ്മളത് ഫോളോ ചെയ്യണമെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളാണ് എഫക്റ്റ് ആവുന്ന ഫാക്ടേഴ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നും അതേപോലെ അതിൻ്റെ കണ്ടീഷൻസ് എന്താണെന്ന് എഴുതുക. അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ പ്രൈസ് ഔട്ട്പുട്ട് ഡിസിഷൻസ് ഓഫ് എ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇൻ എ ഷോർട്ട് റൺ പീരീഡിൽ, അല്ലെങ്കിൽ ആ ഒരു കോമ്പറ്റീഷൻ പീരീഡിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എത്രത്തോളം എഫക്റ്റ് ആവുന്നു, അതിനുള്ള ഔട്ട്പുട്ട് ഡിസിഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് പഠിച്ചിരിക്കും. ക്ലിയർ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻസ് അതായത് ഇമ്പോർട്ടൻ്റ് അതൊക്കെ. നെക്സ്റ്റ് 2014 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലത്തെ 5 മാർക്സ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ വാട്ട് ആർ ദ കോസസ് ഓഫ് ബിസിനസ് സൈക്കിൾ. കാരണം ബിസിനസ് സൈക്കിളിൻ്റെ കോസസ് എന്തൊക്കെയാണ്. പിന്നെ പറയുന്ന ഡിസ്കസ് ദ ടൈപ്പ് ഓഫ് മൊണോപോളി. ദെൻ എക്സ്പ്ലെയിൻ ദ ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. ഓക്കെ, ഇതൊക്കെ റിപ്പീറ്റഡ്, ഈ പറഞ്ഞ 3 ഈ പറഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയല്ല അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് 25th ക്വസ്റ്റ്യൻ, അതായത് നമ്മുടെ ഇപ്പോൾ പറയുകയാണെങ്കിൽ 4ാമത്തെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത് ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ, ഈ പറയുന്ന കാര്യങ്ങൾ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യണം, അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കണം. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്, ദെൻ എക്സ്റ്റൻഷൻസ് ആൻഡ് കോൺട്രാക്ഷൻസ് ഓഫ് ഡിമാൻഡ്. ഇതിൽ തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ എന്നുള്ളത് എഴുതി വയ്ക്കുക. ദെൻ നെക്സ്റ്റ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഏതൊക്കെ ഫാക്ടേഴ്സാണ് എഫക്റ്റ് ചെയ്യുന്നത് ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിനെന്ന്. പിന്നെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഐസോക്യൻ കർവ്. ഏതൊക്കെ പ്രോപ്പർട്ടീസാണ് ഈ പറഞ്ഞ ഐസോക്യൻ കർവ്സിന് എഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെയാണെന്ന് മാത്രം ചോദിക്കുക, ഏതൊക്കെയാണ് പ്രോപ്പർട്ടീസ്. ഓക്കെ, ദ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്ന പ്രൈസാണ്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി കാണാൻ വേണ്ടിയിട്ടാണ്. ദ പ്രൈസ് ഓഫ് കമ്മോഡിറ്റി ഈസ് ₹30 ആൻഡ് quantity demanded at that price is 1000 unit. What is the price falls to ₹20? The demand increases to 1600 units. Then calculate the price of elasticity of demand. Price elasticity of demand കണ്ടുപിടിക്കുക. Clear? The next essay question, first one, describe the different methods of demand forecasting. Demand forecasting കുറേ different methods അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. എസ് എ ടൈപ്പ് ആട്ടോ, അപ്പോൾ അത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണേ. ദെൻ വാട്ട് ഈസ് ഡിമാൻഡ്, എന്താ ഡിമാൻഡ്, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഡിമാൻഡ് എന്ന് ചോദിച്ചാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ സ്റ്റേറ്റ് ദ ലോ ഓഫ് ഡിമാൻഡ്. ദെൻ ഡിസ്കസ് ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിമാൻഡ്. ഡിമാൻഡ് എന്താണെന്ന് എഴുതുക, അതേപോലെ സ്റ്റേറ്റ് ലോ ഓഫ് ഡിമാൻഡ് എന്താണെന്ന് എഴുതുക, ഡയഗ്രാം വരയ്ക്കണേ. അത് കഴിഞ്ഞ ശേഷം ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിമാൻഡ്, ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഡിമാൻഡ് എഫക്റ്റ് ചെയ്യുന്നതെന്ന്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ, എന്താ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിസ്കസ് ദ പ്രൈസിങ് അണ്ടർ ഷോർട്ട് റൺ ഇൻ ദ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. ഓക്കെ, അതും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതും നന്നായിട്ട് എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യാം. ക്ലിയർ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഇയറിലെ ഏതൊക്കെ ക്വസ്റ്റ്യൻ 5 മാർക്സ് എസ് എന്ന് നോക്കാം. 2015 ക്വസ്റ്റ്യൻ 5 മാർക്സ്. ഫസ്റ്റ് വൺ എക്സ്പ്ലെയിൻ ദ സ്കോപ്പ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. സ്കോപ്പ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ദ എക്സംഷൻസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ്. ദെൻ വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഐസോക്യൻ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അല്ലേ, ഐസോക്യൻ എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ കർവ് എന്താണ്, അതിൻ്റെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ചെയ്യുന്നത്, പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്, അപ്പോൾ അതൊക്കെ നോക്കണേ.
നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് ദ എയിംസ് ഓഫ് പ്രോഫിറ്റ് പോളിസി. ഞാൻ പറഞ്ഞില്ലേ പ്രോഫിറ്റ് വരെ നമുക്ക് തോന്നില്ല, ഇമ്പോർട്ടൻറ്റ് തോന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതെന്താ യൂണിവേഴ്സിറ്റി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പ്രോഫിറ്റ് പോളിസി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ദെൻ എക്സ്പ്ലെയിൻ ദ മെത്തേഡ്സ് ഓഫ് ബിസിനസ് ഫോർകാസ്റ്റിംഗ്. ഈ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്ന ഏരിയയും എന്തുതന്നെയാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ നോക്കണം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് ദ ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് ഓഫ് നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം തൊട്ട് കളിക്കാതെ ഇവർ ആരും യൂണിവേഴ്സിറ്റിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇടില്ല അല്ലേ. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നാഷണൽ ഇൻകം. എന്തൊക്കെ ഫാക്ടേഴ്സ്, ഏതൊക്കെ മെത്തേഡ് എന്നെല്ലാം ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നോക്കി വയ്ക്കുക. ഇത് ശരിക്കും എസ് എ ടൈപ്പായിട്ട് ചോദിക്കാറുള്ളതാണ്. നാഷണൽ ഇൻകം ഒക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ നോക്കിക്കോൾ 2 മാർക്സ് 5 മാർക്സ് എസ് എ എല്ലാം നാഷണൽ ഇൻകമായിട്ട് ബേസ് ചെയ്തിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പഠിക്കാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൈസ് ലീഡർഷിപ്പ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൈസ് ലീഡർഷിപ്പ് ഉണ്ടാവില്ല, അത് ഏതൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ എക്സ്പ്ലെയിൻ ദ ക്രൈറ്റീരിയ ഓഫ് എ ഗുഡ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ്. ഏതൊക്കെ ക്രൈറ്റീരിയസ് ആണ് ഉള്ളത് നല്ലൊരു ഫോർകാസ്റ്റിംഗ് മെത്തേഡ് റെഡിയാക്കണമെങ്കിൽ. ദ നെക്സ്റ്റ്, ഡിസ്ക്രൈബ് ദ ഡിസ്എക്കണോമിക്സ് ഓഫ് സ്കെയിൽ. പിന്നെ ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഈസ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആൻറ്റി സോഷ്യൽ. എക്സ്പ്ലെയിൻ, അതായത് പ്രൈസ് ഡിസ്ക്രിമിനേഷൻസ് എന്ന് പറയുന്നത് ആൻറ്റി സോഷ്യൽ ആണോ അതുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. എസ് ആണെങ്കിൽ നോ ആണെങ്കിൽ എക്സ്പ്ലനേഷൻ വേണേ. പിന്നെ ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് ദ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. ഓക്കെ, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്നത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇനി നമുക്കെന്താ എസ് നോക്കാം. ഫസ്റ്റ് വൺ, ഡിഫൈൻ ഒലിഗോപോളി. ഒലിഗോപോളി എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക, അതിൻ്റെ ഫീച്ചേഴ്സ്, അതേപോലെ തന്നെ ഇല്ലിസ്ട്രേറ്റ് പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ ഒലിഗോപോളി. എക്സാമ്പിൾ സഹിതം എഴുതണം കേട്ടോ. ഒലിഗോപോളി എന്താണെന്ന് എഴുതുക, അതിൻ്റെ എങ്ങനെയാണ് ഒരു ഒലിഗോപോളി കണ്ടീഷൻസ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ നെക്സ്റ്റ്, ഡിഫൈൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്ന് ഡിഫൈൻ. ദെൻ എക്സ്പ്ലെയിൻ ദ കാൽക്കുലേഷൻ ഓഫ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതായത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഫോർമുലാസ് ഒക്കെ എഴുതിയിട്ട് വേണം എഴുതാൻ. ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും അതേപോലെ തന്നെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് എസ്സേ ചോദിക്കുന്നത് ഡിഫൈൻ എ ഡിമാൻഡ് ഫോർകാസ്റ്റ്. ഡിമാൻഡ് ഫോർകാസ്റ്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ്ഡ് ഫോർ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ക്ലിയർ? Then 2016 5 marks question. First one, define law of marginal utility. Explain its limitations. എന്താണ് law of marginal utility എന്നും അതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മാർക്കറ്റ് ഡിമാൻഡ്. എന്താ മാർക്കറ്റ് ഡിമാൻഡ് എന്നും അതേപോലെ തന്നെ വാട്ട് ആർ ദ ഡിറ്റർമിൻസ് ഓഫ് മാർക്കറ്റ് ഡിമാൻഡ്. The next one, what is demand forecasting. State its techniques. Okay, demand forecasting എന്താണെന്ന് എഴുതുക, അതേപോലെ അതിൻ്റെ ടെക്നിക്സ്. The next, what is law of variable proportion. What are its assumptions. The next, what is the role of macroeconomics in the formulation of business policies. The next, mention price determination under price discrimination. The next, explain the cost output relationship in the short run. Next question, define demand. Mention the exemptions to law of demand. Okay. ഇതാണ് 2016 ക്വസ്റ്റ്യൻസ്. ഏതൊക്കെ 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ്. ക്ലിയർ? ഇനി എസ് എ ടൈപ്പിൽ ഫസ്റ്റ് വൺ, ഡിസ്കസ് ദ വേരിയസ് എക്കണോമൈസ് ആൻഡ് ഡിസ്എക്കണോമൈസ് ഓഫ് സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ. ദ നെക്സ്റ്റ് എസ് എ, ഡിഫൈൻ എക്കണോമിക് കോസ്റ്റ്. ലിസ്റ്റ് ഔട്ട് ദ ഡിറ്റർമിൻസ് ഓഫ് കോസ്റ്റ് ഓഫ് എ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്. ഡിഫൈൻ എക്കണോമിക് കോസ്റ്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. അതേപോലെ തന്നെ ഏതൊക്കെ ഡിറ്റർമിൻസ് ആണ് കോസ്റ്റ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസിൽ വരുന്നത്, അതിൽ എല്ലാം എന്താ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. എസ് എ ടൈപ്പ് ആണല്ലോ. ദെൻ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ ഒലിഗോപോളി. ഒലിഗോപോളി സെക്ഷൻസ് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടോ, അപ്പോൾ നന്നായിട്ട് പഠിക്കും. ഇതും പറഞ്ഞ 2016 എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ. ദെൻ 2017 ക്വസ്റ്റ്യൻ പ്രിൻ്റ് കയ്യിൽ കിട്ടിയിട്ടില്ല, അത് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അതൊന്ന് റെഫറൻസ് ചെയ്യുക കേട്ടോ. ദെൻ 2018 ക്വസ്റ്റ്യൻ 5 മാർക്സ്. ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ എക്കണോമിക്സ് ആൻഡ് മാനേജറിയൽ എക്കണോമിക്സ്. എക്കണോമിക്സും മാനേജറിയൽ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചതാണ്. പിന്നെയോ വാട്ട് ആർ ദ അസംഷൻ ഓഫ് ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺ. ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് എന്താ, അതിൻ്റെ അസംഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ പർപ്പസ് ഓഫ് ഷോർട്ട് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഷോർട്ട് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിൻ്റെ പർപ്പസ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ്റെ ഏതൊക്കെ ടൈപ്സാണ് ഉള്ളത് അത് എക്സ്പ്ലെയിൻ ചെയ്യുക. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് പ്രൈസ് ലീഡർഷിപ്പ്. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് കോസ്റ്റ് കൺട്രോൾ. പിന്നെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ദ നെക്സ്റ്റ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് മാനേജറിയൽ എക്കണോമിക്സ്. ഓക്കെ, മാനേജറിയൽ എക്കണോമിക്സിൻ്റെ റോൾ അല്ലെങ്കിൽ സ്കോപ്പ് ഇമ്പോർട്ടൻസ് എന്നൊക്കെ പറയില്ല, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ 5 മാർക്സ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എസ് എ ടൈപ്പ് നോക്കാം.
ഫസ്റ്റ് വൺ, ബ്രിങ് ഔട്ട് മീനിങ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മൊണോപ്പൊളി. മൊണോപ്പൊളിയുടെ മീനിങ്ങും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും എക്സ്പ്ലെയിൻ ചെയ്യുക. അതേപോലെ വാട്ട് ആർ ഇറ്റ്സ് കോസസ് ഫോർ മൊണോപ്പൊളി. മൊണോപ്പൊളിക്ക് വരാനുള്ള കോസസ്, എന്തൊക്കെ കോസസ് ആണ് ഉള്ളത്, അല്ലെങ്കിൽ റീസൺസ് എന്താണെന്ന് പറയില്ലേ, മൊണോപ്പൊളി ആവാനുള്ള സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്. പിന്നെ ഹൗ പ്രൈസസ് ഡിറ്റർമൈൻ അണ്ടർ മൊണോപ്പൊളി. മൊണോപ്പൊളി കണ്ടീഷൻസിൽ ആണെങ്കിൽ പ്രൈസ് നമ്മൾ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുക. ഇതെല്ലാമാണ് ഒരൊറ്റ എസ്സേ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ഇന്ത്യൻ എക്കണോമി. ഇന്ത്യൻ എക്കണോമി ഫേസ് ചെയ്തിരിക്കുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അത് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ തേർഡ് എസ്സേ ചോദിച്ചിരിക്കുന്നത്, എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. ഇയർ എനിക്ക് മറന്നേ ഉള്ളൂ, പക്ഷേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. അത് എന്താണെന്ന് ചോദിച്ചു. അതേപോലെ തന്നെ അതിൻ്റെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ്, ഏതൊക്കെ ഫാക്ടേഴ്സാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്ന്. ക്ലിയർ? 2019 ക്വസ്റ്റ്യൻ പേപ്പർ 5 മാർക്സ് ആണ്. അതൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പോകുന്ന സിലബസ് പ്രകാരം തന്നെ ക്വസ്റ്റ്യൻ ടൈപ്പ് തന്നെയാണ് വരുന്നത്. 5 മാർക്സ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ, റൈറ്റ് എ നോട്ട് ഓൺ ഗിഫൻ കമ്മോഡിറ്റി കേസ്. ഓക്കെ, നമ്മൾ ഗിഫൻ കമ്മോഡിറ്റിയുടെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ 2 മാർക്സിൻ്റെ ബേസിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് ഈ 5 മാർക്സിന് വന്നിട്ടുണ്ട് കേട്ടോ. ദെൻ സ്റ്റേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. ഓക്കെ, അത് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് 5 മാർക്സ് ക്വസ്റ്റ്യൻ ആണത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ പ്രൈസ് ഡിറ്റർമിനേഷൻ അണ്ടർ മൊണോപ്പൊളി. ഓക്കെ, അതായത് മൊണോപ്പൊളിയുടെ കണ്ടീഷൻസിൽ പ്രൈസ് ഡിറ്റർമിനേഷൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ദ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഗവേണിംഗ് പ്രൈസസ്. ഏതൊക്കെ ഫാക്ടേഴ്സാണ് നമ്മൾ പ്രൈസിങ് ചെയ്യുന്ന സമയത്തുള്ള ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ദ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത്, വാട്ട് ആർ ദ പ്രോബ്ലംസ് ഓഫ് ഗ്രോത്ത് ഇൻ ഇന്ത്യൻ എക്കണോമി. നമ്മുടെ ഇന്ത്യൻ എക്കണോമിയിൽ എന്തൊക്കെയാണ് പ്രോബ്ലംസ്, വളർച്ച, ഗ്രോത്ത് വരാനുള്ള അല്ലെങ്കിൽ ഗ്രോയിങ് സ്റ്റേജസിൽ നമ്മുടെ ഒരു ഇന്ത്യൻ എക്കണോമിയുടെ വളർച്ചയ്ക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഫേസ് ചെയ്യുന്നത് എന്നുള്ളത്. ദെൻ എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് കോസസ് ഓഫ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ്റെ സമയത്ത് അതിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ കോസസും ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് MSME ഇൻ കേരള എക്കണോമി. പിന്നെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, അതിന് ഫുൾ ഫോം മാത്രം എഴുതിയിട്ട് കാര്യമില്ല, അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടി എഴുതാനേ. പിന്നെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ ഫിനോമിന ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അണ്ടർ മൊണോപ്പൊളി. അതായത് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അണ്ടർ മൊണോപ്പൊളി. മൊണോപ്പൊളിയുടെ കണ്ടീഷൻസ് പ്രകാരം പ്രൈസ് ഡിസ്ക്രിമിനേഷൻസ് എങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതായത് മൊണോപ്പൊളി സെക്ഷനും പ്രൈസ് ഡിസ്ക്രിമിനേഷനും പ്രൈസ് ഡിറ്റർമിനേഷനും, അതായത് മൊണോപ്പൊളിയുടെ സെക്ഷൻസേ ഇമ്പോർട്ടൻ്റ്. അതേപോലെ നമ്മൾ ടൈപ്സ് ഓഫ് മൊണോപ്പൊളി ആയാലും ഒലിഗോപ്പൊളി ആയാലും അതിൻ്റെ ഇതേപോലത്തെ എല്ലാ കേസുകളും പഠിച്ചിരിക്കണം. ക്ലിയർ? എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഗ്രോത്ത് ഓഫ് ഇന്ത്യൻ എക്കണോമി അണ്ടർ WTO റെജീം. അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ റൂൾ പ്രകാരം ഇല്ലെങ്കിൽ ആ പറയുന്ന കാര്യങ്ങളിൽ ഗവൺമെൻറ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ത്യൻ എക്കണോമി വളർച്ചയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതിൽ എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക. അതേപോലെ തന്നെ വാട്ട് ആർ ദ ഡിറ്റർമിനൻസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, എക്സ്പ്ലെയിൻ. പിന്നെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ആസ് എ ടൂൾ ഇൻ ഡിസിഷൻ മേക്കിംഗ്. അതായത് നമുക്കൊരു ഡിസിഷൻ മേക്കിംഗ് നമ്മൾ ടൂളായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ എന്താ ഫോർവേഡ് പ്ലാനിങ്. അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ്. അതായത് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ആ ഒരു നമ്മുടെ ചാപ്റ്ററിലുണ്ടല്ലോ, അതിലത്തെ ആ സെക്ഷൻസ്, അതായത് മാനേജറിയൽ എക്കണോമിക്സിൽ നമ്മൾ ഈ പറയുന്ന ഡിസിഷൻ മേക്കിംഗ് അതേപോലെ തന്നെ ഫോർവേഡ് പ്ലാനിങ് അതിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ നമ്മൾ അതൊക്കെ നമ്മൾ മാനേജറിയൽ എക്കണോമിക്സിൽ ഇത് എങ്ങനെ ആപ്ലിക്കബിൾ ആവുന്നു, യൂസ്ഫുൾ ആകുന്നു ഒരു സ്ഥാപനത്തിൽ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് എല്ലാം പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയുടെ നമ്മുടെ ഈ പറയുന്ന മാനേജറിയൽ എക്കണോമിക്സിൻ്റെ 20 ഇയേഴ്സുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൽ എനിക്ക് തോന്നുന്നു 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ തോന്നുന്നു മിസ്സിംഗ് ആയിട്ടുള്ള ഏതൊക്കെയാണ് ഞാൻ ഓൾറെഡി നോട്ട് ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ആ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ട് കളക്ട് ചെയ്തിട്ട് ബുക്ക് റെഫറൻസ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ വീഡിയോസ് യൂസ്ഫുള്ളായ ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു. സീ ദ നെക്സ്റ്റ് ക്ലാസ്.